നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അനീസ് പനക്കൽ. ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പുകളും കോടതികളും നിയമാനുസൃതമല്ലാത്ത രീതിയിൽ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യുന്നു, റദ്ദാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അറിവിലോട്ടായി കുറച്ച് നിയമവശങ്ങൾ പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സഞ്ജു TS എന്ന ബ്ലോഗർ, അദ്ദേഹത്തിന്റെ ലൈസൻസ് വാഹനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ലൈസൻസ് സ്ഥിരമായി ക്യാൻസൽ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ചെയ്ത തെറ്റുകളെ കുറിച്ചൊന്നും ഞാൻ ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതിന്റെ നിയമവശങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലൈസൻസ് എങ്ങനെ സസ്പെൻഡ് ചെയ്യാം, ലൈസൻസ് എങ്ങനെ ടെർമിനേറ്റ് ചെയ്യാം, അത് ടെർമിനേറ്റ് ചെയ്താലും സസ്പെൻഡ് ചെയ്താലും അതിന്റെ നിയമസഹായങ്ങൾ എന്തെല്ലാമാണ് വേണ്ടത്, എവിടെ കൊടുത്തത് റദ്ദ് ചെയ്യിക്കാം, അവരെടുത്ത തീരുമാനങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിൽ എവിടെയൊക്കെ കൊടുക്കണം, എവിടെയൊക്കെ അപേക്ഷിക്കണം, എങ്ങനെയെല്ലാം അപേക്ഷിക്കണം, ഏതെല്ലാം സാഹചര്യത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമുക്ക് ഉദാഹരണത്തിനായി എടുക്കാം. സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കേണ്ട എന്ത് അടിയന്തര സാഹചര്യമാണ് അവിടെയുള്ളത്? വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു എന്നൊരു കാരണം കൊണ്ടല്ലാതെ ആ ലൈസൻസ് റദ്ദ് ചെയ്യേണ്ട ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ ഉദാഹരണം പറയാം. ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ രണ്ട് അധികാരികൾക്കാണ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ നിയമം അനുവദിക്കുന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട കോടതികൾക്ക്, രണ്ട് മോട്ടോർ വാഹന വകുപ്പിലെ ലൈസൻസിങ് അതോറിറ്റിക്ക്. മോട്ടോർ വാഹന വകുപ്പിലെ ലൈസൻസിങ് അതോറിറ്റിക്ക് കൊടുത്തിട്ടുള്ള ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി, അതായത് അർദ്ധ നീതിന്യായ സംവിധാനത്തിൽ അവർക്ക് ക്യാൻസൽ ചെയ്യാം. കോടതി പോലെ തന്നെ ഉപയോഗിക്കേണ്ട ഒന്നാണ്. കോടതികൾ എടുക്കുന്ന അതേ നയപരമായിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എടുക്കേണ്ട തീരുമാനമാണ് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ളത്. എന്നാൽ മിക്കവാറും സന്ദർഭങ്ങളിൽ, സഞ്ജു ടെക്കിയുടെ പോലെയുള്ള സന്ദർഭങ്ങളിൽ അത് അധികാര ദുർവിനിയോഗം ചെയ്ത് അത് റദ്ദ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കോടതികൾ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ആഴവും നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ കാഠിന്യവും നോക്കി തെളിവുകൾ ഹാജരാക്കി വാദപ്രതിവാദങ്ങൾ നടത്തി ഒരു അഡ്ജുഡിക്കേഷൻ നടത്തിയതിനു ശേഷമാണ് കോടതി നമ്മൾ ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാണ് കാലാവധി തീരുമാനിക്കുന്നതും ലൈസൻസ് റദ്ദ് ചെയ്യുന്നതും. എന്നാൽ മോട്ടോർ വാഹന വകുപ്പുകൾ അവര് റദ്ദ് ചെയ്യുന്നത് കേവലം ഒരു ഷോക്കോസ് നോട്ടീസ് മാത്രം കൊടുത്തുകൊണ്ട് വിശദീകരണം എഴുതി വാങ്ങിച്ച് ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് ഏകപക്ഷീയമായ തീരുമാനത്തിലാണ്, അവർക്ക് തോന്നുന്ന കാലാവധിയാണ് അവർ എഴുതി കൊടുത്ത് സസ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ റദ്ദാക്കുന്നതും. അത് ഒരു അഡ്ജുഡിക്കേഷൻ നടത്താതെയുള്ള തീരുമാനമാണ്. ഒരു അഡ്ജുഡിക്കേഷൻ നടത്തിയിട്ടുള്ള തീരുമാനം മാത്രമേ നിയമസാധ്യതയുള്ളൂ. അവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അവർക്ക് അത് ചെയ്യാൻ അധികാരമുണ്ടായിരുന്നിട്ടും അവർ മനഃപൂർവ്വം ബോധപൂർവം സാധാരണക്കാരായ നിയമത്തിൽ അജ്ഞരായിട്ടുള്ള ആളുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള നിലപാടുകളല്ല. നമുക്ക് അത്തരത്തിൽ ലൈസൻസ് റദ്ദ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് അടിയന്തരമായി ഒരു വെള്ള പേപ്പറിൽ, യാതൊരു പണവും ചെലവില്ലാതെ ഒരു വെള്ള പേപ്പറിൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ കഴിയും. അപ്പീൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത് അപ്പീൽ റദ്ദ് ചെയ്ത് കിട്ടിയാൽ നിങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ അധികാര ദുർവിനിയോഗം ചെയ്തതിനു വേണ്ടി അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും കഴിയും. വകുപ്പ് തല നടപടികളും അല്ലെങ്കിൽ മറ്റ് ഇതര നടപടികളും നിങ്ങൾക്ക് അവർക്കെതിരെ എടുക്കാൻ കഴിയുമെന്ന് ഞാൻ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അപ്പീൽ പോകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതികളിൽ സമീപിച്ച് അത് റദ്ദാക്കിയെടുക്കാനുള്ള സാഹചര്യവും കൂടി അനുവദിക്കുന്നു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന്റെ പുറകിൽ ഒരു ഇരുചക്ര വാഹനം വന്ന് ഇടിക്കുകയും ആ ഇടിച്ച ആള് തെറിച്ചു വീണ് അദ്ദേഹത്തിന് കൈയൊടിയുകയോ കാലൊടിയുകയോ ചെയ്താൽ അവർക്ക് അവരോടുള്ള എളിമ കൊണ്ടും അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം ലഭിച്ചോട്ടെ എന്നുള്ള സാഹചര്യം കൊണ്ടും പോലീസ് മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്യാത്ത ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്താൽ
നമുക്ക് ഉള്ള നിയമ നടപടി അത്തരത്തിൽ പോലീസ് കേസ് എടുക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ നിരപരാധിയാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് അടിയന്തരമായി തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ പരാതിയുമേൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതികളെ സമീപിച്ച് നിങ്ങൾ നിരപരാധിത്വം ബോധ്യപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അത്തരത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാത്ത പല സന്ദർഭങ്ങളും നമ്മൾ പോകുമ്പോൾ, ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ മറ്റൊരാൾ അവരുടെ അശ്രദ്ധ മൂലം നമ്മളുടെ വാഹനത്തിൽ വന്നിടിക്കുകയും അവർക്ക് പരിക്ക് പറ്റി എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളെ പ്രതിയാക്കി കേസെടുക്കുകയും ഈ സാഹചര്യങ്ങൾ പരിശോധിക്കാതെയാണ്, ഈ സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രതികരിക്കാൻ അവസരം തരാതെയാണ് മോട്ടോർ വാഹന വകുപ്പുകൾ അല്ലെങ്കിൽ അവർക്ക് നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് നമുക്ക് പറയുന്നത് കേൾക്കാനും ഇടവരുത്താതെ കേവലം FIR ഇട്ടു നമ്മളെ പ്രതിയാക്കി എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ലൈസൻസിങ് അതോറിറ്റികൾ ക്യാൻസൽ ചെയ്യുന്നത്. അവർ യഥാവിധി നിയമസാധ്യതയുള്ള ഒരു ക്യാൻസലേഷൻ അല്ല. നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്താൽ അത് അവരെ ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റക്കാരനായി വരുന്നത്. അത് കൂടാതെ തന്നെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഡബിൾ ജിയോപാഡി, ഒരു കുറ്റത്തിന് 2 ശിക്ഷ പാടില്ല. അതായത് അവർ ചെയ്തിട്ടുള്ള ഒരു കുറ്റം, അവർ ചെയ്തിട്ടുള്ള വാഹനം അശ്രദ്ധമായി ഓടിച്ചു എന്നുള്ള IPC പ്രകാരമുള്ള കുറ്റവും മറിച്ച് ലൈസൻസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ള മോട്ടോർ വാഹന കുറ്റങ്ങളും രണ്ടും കൂടി ചേർന്ന് ഒരു തെറ്റിന് 2 ശിക്ഷ പാടില്ല എന്നുള്ളതും ക്രിമിനൽ നടപടി ചട്ടത്തിൽ ഉൾപ്പെടെ സെക്ഷൻ 300 വളരെ വ്യക്തമായി പറയുന്നു. ഒരു തെറ്റിന് 2 ശിക്ഷകൾ പാടില്ല എന്നും ഒരു തെറ്റിന് 2 ട്രയൽ പാടില്ല എന്നും. അതിനും വിരുദ്ധമായിട്ടാണ് ഈ മറുപടികൾ ഇത്തരത്തിൽ ലൈസൻസ് റദ്ദാക്കുന്നത്. ഒരു നിയമാനുസൃതമായിട്ടുള്ള കോടതികളിൽ നിന്ന് തെറ്റുകാരനായി കണ്ടെത്താതെ തന്നെ ലൈസൻസിങ് അതോറിറ്റി ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അത് ഒരിക്കലും നീതീകരിക്കാവുന്ന കാര്യമല്ല. ഇതുപോലുള്ള സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ഇറക്കുന്നത്. ആ കേസെടുക്കുന്ന സാഹചര്യം ഇനി വരും കാലഘട്ടങ്ങളിൽ അത് ആ ഡ്രൈവർക്ക് തുടർന്ന് അവരുടെ ഉപജീവന മാർഗം തുടർന്ന് പോകാൻ സാധിക്കാതെ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. ഇത് ഇനി മേലിൽ ആരുടെയും ലൈസൻസ് അകാരണമായി റദ്ദ് ചെയ്യാനും അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കിയിട്ടുള്ള ലൈസൻസുകൾ പുനഃസ്ഥാപിച്ച് കിട്ടാനും നിങ്ങൾ ഓരോരുത്തരും നടപടി സ്വീകരിക്കേണ്ടതാണ്. അതിന് വലിയ പണച്ചെലവുകളൊന്നുമില്ല. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ കൊടുത്താലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ ബോധിപ്പിച്ചാലും കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ബോധിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലാത്തവരാണെങ്കിൽ കേരള ഹൈക്കോടതിയിൽ തന്നെ ഒരു ലീഗൽ സർവീസ് അതോറിറ്റി ഉള്ളതാണ്. ആ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഒരു അഭിഭാഷകനെ സൗജന്യമായി വെച്ചു തരണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് അവർക്ക് സൗജന്യമായി ഒരു അഭിഭാഷകനെ നിയോഗിച്ച് നിങ്ങൾക്ക് റിട്ട് ഹർജി ബോധിപ്പിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിച്ച് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനോടുള്ള അവകാശം നിങ്ങൾക്ക് ഉള്ളതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം, അത് ഷെയർ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും എല്ലാവരിലോട്ടും ഈ നിയമസാധ്യത എത്തിക്കേണ്ടത് കൂടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി എന്റെ എപ്പിസോഡുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്റെ അടുത്ത വീഡിയോ. അത് ഉടനെ തന്നെ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.